റിനു ശ്രീധർ, ആരാണ് യഥാർത്ഥ ബദൽ എന്നതിൽ ഒരു തർക്കമാവുകയാണ്. ആ തർക്കം കൂടുതൽ പ്രതികരണങ്ങളിൽ നിന്ന് പ്രതികരണങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കാണുകയാണ്. മുഖ്യമന്ത്രിയുടെ ലേഖനം അവസാനിക്കുന്നില്ല എന്ന ബ്രാക്കറ്റിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ എന്ത് പ്രതീക്ഷിക്കാം? റിനു ശ്രീധർ. സുജയ, BJP പ്രതിരോധിക്കുന്നത് ആരെന്നതിൽ ഒരു ആരോപണ പ്രത്യാരോപണവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയത്. BJPയുടെ വിജയങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിന്റെ ശിഥിലീകരണ തന്ത്രമെന്നാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയത്. മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്നാണ് CPM നിലപാടെന്ന് പ്രതിപക്ഷ നേതാവും തിരിച്ചടിക്കുകയുണ്ടായി. CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ദേശാഭിമാനി പത്രത്തിലെ ലേഖനത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ഒരു വിമർശനം. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി കോൺഗ്രസ് മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷത്തെ തകർക്കുവാൻ വേണ്ടി BJPയുമായി ചേരുന്നതാണ് ഈ കോൺഗ്രസിന്റെ നയം. ദില്ലിയിൽ BJPക്ക് വിജയം നൽകിയതിൽ കോൺഗ്രസ് ആണ് പ്രധാന പങ്ക്. പലയിടത്തും BJP സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് കോൺഗ്രസ് നേടിയിരുന്നു. BJPയെ തോൽപ്പിക്കുവാനുള്ള കെൽപ്പുണ്ടെന്ന് ഇനി മേനി നടിക്കരുതെന്നും മുഖ്യമന്ത്രി ലേഖനത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചു. ദേശീയ തലത്തിൽ സംഘപരിവാറിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നത് കോൺഗ്രസ് ആണെന്ന് പ്രതിപക്ഷ നേതാവ് മറുപടിയായി നൽകി. ദില്ലിയിൽ CPIM മത്സരിച്ചു. കോൺഗ്രസിന് ക്ലാസ് എടുക്കുവാൻ വേണ്ടി CPIMന് യോഗ്യത ഇല്ല എന്നുള്ളൊരു കാര്യവും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. LDF സർക്കാർ തുടർഭരണം നേടുമെന്നും അസത്യ പ്രചാരണങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകില്ലെന്നും ദേശാഭിമാനി പത്രം അടക്കമുള്ള പത്രങ്ങൾക്ക് നൽകിയ ഈ ലേഖനത്തിൽ മുഖ്യമന്ത്രിയും കുറിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം പിണറായി വിജയനെ RSS പ്രചാരകമാക്കണമെന്ന് K സുധാകരനും തുറന്നടിക്കുന്നു പത്രക്കുറിപ്പിലൂടെ. BJPയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നാക്ക് പൊന്തുന്നില്ല എന്നുള്ളതാണ്. അതായത് BJPക്ക് പൂർണ്ണ പിന്തുണയാണ് സംസ്ഥാനത്ത് പിണറായി വിജയൻ നൽകുന്നത് എന്നുള്ളൊരു കാര്യമാണ് K സുധാകരനും മുന്നോട്ട് വെച്ചത്. സുജ. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ ആൻഡ് ഗുഡ് നൈറ്റ്. ഇനി ഇതിനൊക്കെ മുഖ്യമന്ത്രി പറയാൻ പോകുന്ന മറുപടി, പ്രത്യേകിച്ച് സമ്മേളന കാലമാണ്, ആഞ്ഞടിക്കുമോ മുഖ്യമന്ത്രി എന്നറിയാൻ നമുക്ക് നാളെ നേരം പുലരുന്നത് വരെ കാത്തിരിക്കാം.